മാസപ്പടി കേസിൽ വീണ വിജയൻ വെറും ഇടനിലക്കാരി മാത്രമാണെന്നും പിണറായി വിജയൻ തന്നെയാണ് ഒന്നാം പ്രതിയെന്നും ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നിലപാട് വ്യക്തമാക്കുന്നു. CMRL മാസപ്പടി കേസിൽ വീണ വിജയൻ വെറുമൊരു ഇടനിലക്കാരി മാത്രം. വീണ പണം കൈപ്പറ്റിയത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് വേണ്ടിയുള്ള കൈക്കൂലിയായിരുന്നെന്ന് കേസിലെ പരാതിക്കാരൻ കൂടിയായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ശക്തമായ നിലപാടെടുക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുടനീളവും അതിനു മുമ്പുമൊക്കെ കേരളത്തിൻ്റെ തീരദേശത്തെ കരിമണൽ കൊള്ള ചെയ്യാൻ CMRL കമ്പനിക്ക് ഒത്താശ ചെയ്തു കൊടുത്തതിനുള്ള പ്രതിഫലമാണ് വീണയിലൂടെ പിണറായി വിജയൻ കൈപ്പറ്റിയത്. ഇങ്ങനെ അക്കൗണ്ടിൽപ്പെടാത്ത 100 കോടിയിലധികം രൂപ പിണറായി വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട്. വീണ ചെയ്ത തെറ്റെന്താണെന്ന് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള സ്ഥാപനവുമായി ഒരു ഇടപാട് നടത്തുന്നത് തെറ്റ് തന്നെയാണ്. അതിൽ കൃത്രിമത്വം കാണിക്കുന്നത് അതിലും വലിയ തെറ്റാണെന്നും ഷോൺ ജോർജ് പറയുന്നു. വീണ ജോർജ് ഇപ്പോഴും പ്രതിസ്ഥാനത്ത് തന്നെയുണ്ട്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വിധിയെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലമായി നിയമപരമായി താൻ നടത്തിയ എല്ലാ നടപടികളെയും അവർ തടയാൻ ശ്രമിച്ചു. ഇനി അവർക്ക് അതിന് കഴിയില്ല. ഇഡിക്ക് ഇനി കൂടുതലായി അന്വേഷിക്കേണ്ട കാര്യവുമില്ല. SFIO അന്വേഷണത്തിൽ തന്നെ PMLA ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 100 കോടി രൂപയാണ് പിണറായി വിജയൻ കൈപ്പറ്റിയത് എന്നത് തന്നെ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. നൽകാത്ത സേവനത്തിനാണ് ഇവിടെ പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഇതിലൂടെ GST തട്ടിപ്പും നടന്നിട്ടുണ്ട്. അതിനാൽ സംസ്ഥാന സർക്കാരിന് വേണമെങ്കിലും ഈ വിഷയത്തിൽ കേസെടുക്കാം. വീണ വിജയൻ ഇവിടെ വെറുമൊരു ഇടനിലക്കാരി മാത്രമാണെന്നും ഷോൺ ജോർജ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സ്വജന പക്ഷപാതത്തിന് പകരമായാണ് CMRL ഈ പണം നൽകിയതെന്ന് വ്യക്തമായി. ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ നൽകിയ കേസും തൻ്റെ കേസും രണ്ടാണെന്നും ഷോൺ ജോർജ് പറയുന്നു. നടന്നത് വ്യക്തമായ ക്രിമിനൽ കുറ്റമാണ്. അതിൽ ആർക്കും പരിരക്ഷയുണ്ടാകില്ല. സംസ്ഥാന സർക്കാരിന് വലിയ ഓഹരി പങ്കാളിത്തമുള്ള KCDC പോലുള്ള പൊതുമേഖലാ സ്ഥാപനം ഉൾപ്പെട്ട കമ്പനിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ സാമ്പത്തിക തിരിമറി നടത്തിയത്. ഇതിനായി അവർ നൽകിയ GST ഇൻവോയ്സുകൾ വ്യാജമാണ്. അതാണ് GST തട്ടിപ്പ് നടന്നതായി താൻ ആരോപിക്കുന്നതിന് പിന്നിൽ. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നിയമപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ആർക്കും സാധിക്കുമെങ്കിലും ആത്യന്തികമായി നിയമവ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ലെന്ന് വീണ്ടും ഭാരതം തെളിയിച്ചിരിക്കുന്നു. ഇതോടൊപ്പം നടന്നിരിക്കുന്ന അഴിമതികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. CBIയുടെയും ഇവിടെ നിന്നും കടത്തപ്പെട്ട ധാതുമണൽ എന്ത് തരത്തിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് പഠിക്കേണ്ടതാണെന്നും അതിന് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഇതുവരെയുണ്ടായ നഷ്ടം തിരിച്ചുപിടിക്കുന്നതിന് സെക്യൂരിറ്റി ഓഫ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെയും ഇടപെടലും വേണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് ഹർജി നൽകി കഴിഞ്ഞു. അപ്പോൾ ഇഡിയുടെ ഇപ്പോൾ തുടരുന്ന അന്വേഷണം മാത്രമല്ല, CBIയും വരണം, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വരണം, പിന്നെ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കണം കേരളത്തിൽ നിന്നും കടത്തിയ ധാതുമണൽ എങ്ങോട്ട് പോയി, എവിടെയൊക്കെ ഉപയോഗിക്കപ്പെട്ടു എന്ന്. ഇതാണ് ഷോൺ ജോർജിൻ്റെ നിലപാട്. ഈ കേസിൽ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ താൻ ഇതിൽ നിന്നും പിന്നോട്ട് മാറില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കടുത്ത നിലപാടെടുക്കുന്നതും. എന്തായാലും ഇഡിക്കും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും പിണറായി വിജയനിലേക്ക് എത്താനുള്ള ഒരു തൂക്കുപാലം മാത്രമാണ് വീണ വിജയൻ എന്ന് വ്യക്തമാകുന്നു. വീണ വിജയൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുമൊരു ഇടനിലക്കാരി മാത്രം. അക്കൗണ്ടിൽപ്പെടാത്ത പണമായി പിണറായി വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത് 100 കോടിയിലധികം രൂപയാണെന്നും ഷോൺ ജോർജ് തർപ്പിച്ച് പറയുന്നു.